കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. പുതിയൊരു പ്രഭാതം ദാനമായി നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയല്ലോ. തുടർന്നുള്ള ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രഭാത ധ്യാനത്തിൽ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയിർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഇത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ സാക്ഷികളാകും. നിയോഗമല്ല, വാഗ്ദാനമാണ്. തിരുവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഓരോന്നും ദൈവമക്കൾ അവകാശമാക്കി അനുഭവിക്കേണ്ടതാണ്. ഉയിർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിന് സാക്ഷികളാകണമെന്നാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യം. അത് കേവലം മാനുഷിക സിദ്ധി കൊണ്ട് മാത്രം സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് അതിന് നമ്മളെ സജ്ജരാക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, സൗഖ്യത്തിന് സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം. തൃത്വോപദേശം 1:3-1 ത്രികാല അനുഭവത്തിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം, അതേ ദൈവം തന്നെയാണ് നമ്മെ വീണ്ടെടുത്ത ദൈവം. ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവം. സൃഷ്ടാവായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, പരിപാലകനായ ദൈവം, 3 ആളത്വം ഉള്ളവനായ സത്യ ഏകദൈവം. യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ ഏതാണ്ട് അന്ത്യത്തിൽ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ നൽകി പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 14:16. യേശുവിൻ്റെ ഭൗമിക വാസത്തിന് ഒരു പരിധിയില്ലാതെ എന്നേക്കും കൂടെ ഇരിക്കുവാൻ നൽകപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്. ഒരു ചെറിയ വാക്കാണ് തരും, അതായത് നൽകപ്പെട്ട ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നേട്ടമല്ല, ദാനമാണ്. ഔദാര്യമായി ധാരാളമായി നൽകുമെന്ന ആശയം വരുന്ന പദമാണ് മൂലഭാഷയിൽ തരും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പിന്നെയോ വ്യക്തിയാണ്. തൃത്വത്തിൽ 3-ാമൻ. അവൻ എന്ന സർവനാമമാണ് പരിശുദ്ധാത്മാവിനെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് വിശുദ്ധ പൗലോസ് ഉപദേശിച്ചിട്ടുണ്ട്. അചേതന വസ്തുക്കളെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ആളത്വമാണ്, ശക്തീകരിക്കുന്ന വ്യക്തിയാണ്. തൃത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇന്നും ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു, പുത്രനെന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു? സാധാരണഗതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ്. ഗോഡ് ദ ക്രിയേറ്റർ നോൺ ആസ് ഫാദർ. സൃഷ്ടിക്കുന്ന ഒരുവനെ പിതാവ് എന്ന് വിളിക്കാൻ സാധിക്കുന്നു. സൃഷ്ടിതാവായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം പിതാവ്. ജനിച്ച ഒരാളിനെ മകൻ എന്നോ മകൾ എന്നോ വിളിക്കാം. ദൈവം മനുഷ്യനായി ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. എല്ലായിടത്തും സാന്നിധ്യം പകരുന്ന ദൈവത്തിൻ്റെ ഒരു ഇൻവിസിബിൾ പ്രസൻസിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വിശദീകരണമാണ്. പാരക്ലീത്ത
അല്ലെങ്കിൽ പാരക്ലെറ്റോസ് എന്ന ഗ്രീക്ക് പദമാണ് കാര്യസ്ഥൻ എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റ വാക്കുകൊണ്ട് അർത്ഥം മുഴുവൻ അടങ്ങുന്ന പദമല്ല കാര്യസ്ഥൻ. പല വേദപുസ്തക പരിഭാഷകളിലും പല പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആശ്വാസപ്രദൻ എന്ന അർത്ഥം വരുന്ന കംഫർട്ടർ എന്ന പദമാണ് ഒരു പരിഭാഷ, അതായത് കിങ് ജെയിംസ് വേർഷനിൽ അങ്ങനെ കാണുന്നു. ധൈര്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ഫോർട്ടീസ് എന്ന ലറ്റിൻ പദത്തിൽ നിന്നാണ് ഉള്ളത്. അതായത് പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുന്നവനാണ്, ആശ്വസിപ്പിക്കുന്നവൻ, ഉത്തേജിപ്പിക്കുന്നവൻ, ധൈര്യപ്പെടുത്തുന്നവൻ എന്നൊക്കെ അർത്ഥം. പക്ഷപാതം ചെയ്യുന്നവൻ, അഡ്വക്കേറ്റ് എന്നാണ് മറ്റൊരു പരിഭാഷ. റോമാലേഖനം 8:26 നമുക്കങ്ങനെ കാണാം. നിയമത്തിൻ്റെ നൂലാമാലകൾ അറിയാത്തവർക്ക് അവ വിശദീകരിച്ച് സഹായിക്കുന്ന അഡ്വക്കേറ്റിനെ പോലെയാണ് പരിശുദ്ധാത്മാവ്. കുഞ്ഞിൻ്റെ അവ്യക്തമായ വാക്കുകൾ മനസ്സിലാക്കി, അല്ല വ്യക്തമാക്കും പോലെ നമ്മുടെ അവ്യക്ത വാക്കുകൾ പൊരുൾ തിരിച്ച് ദൈവം മുൻപാകെ അവതരിപ്പിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മറ്റൊരു പരിഭാഷ കുറെ കൂടെ ലളിതമാണ്. സ്നേഹിതൻ, ഫ്രണ്ട് എന്നാണത്. ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ആവശ്യത്തിൽ സഹായിക്കുകയാരോ അല്ലെങ്കിൽ സഹായിയായി ആരാണോ അവനാണ് യഥാർത്ഥ സ്നേഹിതൻ. മറ്റൊരു ഭാഷാന്തരത്തിൽ ആലോചനക്കാരൻ, കൗൺസിലർ. പറയേണ്ടത് യഥാസമയം പറയാനും പോകേണ്ടതും പാത ഓതിത്തരുന്നവനുമാണ് യഥാർത്ഥ ആലോചനക്കാരൻ. ഇവിടെ പറഞ്ഞ പദങ്ങൾ കൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ JB ഫിലിപ്സ് എന്ന പണ്ഡിതൻ കൂടെ ചേർന്ന് നിൽക്കുന്ന ആൾ, സമ്മൺ സ്റ്റാൻഡിങ് ബൈ യു എന്നാണ് പാരക്ലീത്തയെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പട്ടാള ആശയമാണ്. ശത്രുവിനെ ചെറുക്കാൻ കരുത്ത് കുറഞ്ഞ് പിന്മാറിയാൽ എന്താ എന്ന് തോന്നുന്ന അവസരത്തിൽ മാറരുതേ എന്ന് പറഞ്ഞ് ആത്മധൈര്യം നൽകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിയെപ്പോലെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, ആലോചനക്കാരനാണ്, പക്ഷപാതം ചെയ്യുന്നവനാണ്, സ്നേഹിതനാണ്, കൂടെ ചേർന്ന് നിൽക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ നേട്ടമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എങ്ങനെ അവൻ്റെ സഹിത്വം ലഭിക്കും? കർത്താവ് നമ്മളോട് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. യാചിക്കുന്ന മറ്റേവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗസ്ഥനായ പിതാവും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസപ്രദനായി, സഖിയായി, കൂടെ നടക്കുന്ന സഹയാത്രികനായി, കാര്യസ്ഥൻ, കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ നിറസാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. പലരും തെറ്റായ വിധത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു ശക്തി, ഒരു താൽക്കാലികമായി വന്നു പോകുന്ന ശക്തി, അതിങ്ങോട്ട് വന്നു കയറിയാൽ പിന്നെ ഉറഞ്ഞു തുള്ളുന്നു എന്നൊക്കെ തോന്നുന്നു. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. ദൈവത്തെ നമുക്ക് നിയന്ത്രിക്കാനാവില്ലല്ലോ. നമ്മൾ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ വ്യക്തിത്വമല്ല പരിശുദ്ധാത്മാവ്. നമ്മെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, നമ്മുടെ നിയന്ത്രിതാവാണ്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ പ്രകടനങ്ങൾ കാണിക്കുന്നതിനോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കടമെടുക്കാൻ സാധിക്കില്ല. അത് നിരന്തരമുള്ളതാണ്. എന്ന് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എത്തിച്ചേരുന്നുവോ,
അല്ലെങ്കിൽ വിട്ട് നൽകുന്നുവോ, അന്നാണ് ആ മനുഷ്യൻ ആത്മനിറവുള്ള മനുഷ്യനാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഈ സർവ്വസാന്നിധ്യം, അല്ലെ ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ് എങ്ങനെയെല്ലാം നൽകിയിരിക്കുന്നു, നമുക്കെങ്ങനെ അനുഭവവേദ്യമാകുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. രാത്രിയിൽ ഉറക്കവും ഉണർവും നൽകിയല്ലോ. പകലിൻ്റെ പ്രവൃത്തികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആലോചനക്കാരനായി കൂടെ ഇരിക്കുന്നുവല്ലോ കർത്താവെ. ഇടത്തും വലത്തും അവിടുത്തെ സാന്നിധ്യമുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ യാത്രകൾ, ജോലിവേലകൾ, ഉത്തരവാദിത്ത നിർവഹണ ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരുണ കാണിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയാൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.